ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പരസ്യമായി നിന്നുകൊണ്ട് ഞങ്ങൾ യേശു കർത്താവിനെ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. യേശു ആരാണെന്ന ചോദ്യത്തിന് ഒത്തിരി പറഞ്ഞല്ലോ. എന്നാൽ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ കവലയോട് നിന്നുകൊണ്ട് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ, യേശു ആരാണ്? അവൻ ലോകത്തിന്റെ രക്ഷിതാവാണ് കർത്താവ് യേശു. നമുക്ക് എല്ലാവരും അറിയാം, ഡിസംബർ 25 ലോകം മുഴുവനും ക്രിസ്തുമസ് യേശുവിന്റെ ജനനം ആഘോഷിക്കുക. നിങ്ങൾക്കറിയാമോ, യേശുവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ അനേകർ പുൽക്കോടുകൾ കെട്ടി നക്ഷത്രങ്ങൾ തൂക്കി യേശുവിന്റെ ജനനം ആഘോഷിക്കുക. എന്നാൽ അതിനുശേഷം പിറ്റേ ദിവസം നമ്മുടെ മനോരമ പത്രത്തിൽ വന്നൊരു വാർത്ത ഇങ്ങനെയായിരിക്കും, ക്രിസ്തുമസ് മലയാളി ആഘോഷിച്ചു എന്ന കാരണത്താൽ 200 അല്ലെങ്കിൽ 2000 കോടി രൂപയുടെ മദ്യം സർക്കാരിന് കിട്ടിയെന്നൊരു വാർത്ത കേൾക്കാം. സ്നേഹിത, ഞാൻ പറയട്ടെ, യഥാർത്ഥമായിട്ട് യേശു നിന്റെ കുടുംബത്തിൽ ജനിച്ചെങ്കിൽ നീ മദ്യത്തോട് വിട പറയും. ഇന്ന് പകല് യേശു പുൽത്തൊട്ടിയിലല്ല ജനിക്കേണ്ടത്, യേശു നിന്റെ കുടുംബത്തിൽ ജനിക്കണം. യേശു നിന്റെ ഹൃദയത്തിനകത്ത് ജനിച്ചാൽ നീ മദ്യത്തോട് വിട പറയും, ബൈക്ക് ബദൽ വിട പറയും. നിന്റെ അലട്ടുന്ന ഏത് പ്രശ്നമാണോ അതിനോട് വിട പറയാൻ ഇന്ന് പകൽ യേശു നിന്റെ കുടുംബത്തിൽ നിന്റെ ഹൃദയത്തിൽ ജനിക്കുവാൻ ഇന്ന് ഞങ്ങൾ പറയുകയാണ്. അങ്ങനെ യേശു ഏകദേശം 33 തിരുവയസ്സ് വരെ കർത്താവ് യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. അനേക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവർത്തികൾ ചെയ്തുകൊണ്ട് കർത്താവ് യേശു കടന്നുപോയി. 30ാമത്തെ വയസ്സിൽ കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് യേശുവിന്റെ ആദ്യ അത്ഭുതം ഈ ലോകത്ത് വെളിപ്പെടുത്തി. അതിനുശേഷം മരിച്ചവരെ ഉയർപ്പിച്ചു. അങ്ങനെ യേശു കടന്നു പോകുന്ന വഴിക്ക് ഒരിക്കൽ 12 വർഷം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ യേശുവിനെ കുറിച്ചറിഞ്ഞു. ചരിത്രം ഇങ്ങനെയാണ്, രക്തസ്രാവമുള്ള സ്ത്രീ പാളയത്തിന് പുറത്തായിരിക്കണം. അവർക്ക് ജനത്തിനിടയിൽ വരെ ഒരു നിയമമില്ല. എന്നാൽ അവിടെ കാര്യം ഓർത്ത് ഏറിയ 12 വർഷം തന്റെ അധ്വാന ഫലം മുഴുവനും ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും കൊടുത്ത് ഇനി ഒരു രക്ഷയില്ലാതിരിക്കുമ്പോൾ അവസാനം ഒരു കാര്യം ഓർത്തു, എനിക്ക് യേശുവിന്റെ അടുക്കൽ നിന്ന് ചെല്ലണം. യേശുവിന്റെ വസ്ത്രത്തിൽ നിന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അനേക തിക്കിത്തിരക്കിനിടയിൽ യേശുവിന്റെ വസ്ത്രത്തിൽ ചെന്നൊന്ന് തൊട്ടു. ഉടനെ യേശു ചോദിച്ചു, എന്നെ ആരാണ് തൊട്ടത്? ഉടനെ യേശു എന്ന കാര്യമുണ്ട്. ആ സ്ത്രീ യേശുവിന്റെ ആ കാൽക്കൽ വീണു. അവളുടെ ശരീരത്തിന്റെ അകത്ത് അവൾക്ക് മനസ്സിലായി, അവളുടെ ലോകത്തിന്റെ സൗഖ്യം അവളുടെ ശരീരത്തിൽ വന്നപ്പോൾ അവൾ യേശുവിന്റെ കാൽക്കൽ വീണു. എന്താണ് ഒരു കാലമെന്ന് ചോദിച്ചാൽ, എല്ലാവരും അശുദ്ധ എന്ന് എഴുത്തള്ളിയ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ യേശു അശുദ്ധനായി തീർന്നില്ല. ഇന്ന് പകലിന് നീ എത്ര അശുദ്ധനാണെങ്കിലും, എല്ലാവരും നിന്നെ അശുദ്ധനെന്ന് പേരെഴുതി നിന്നെ തള്ളി മാറ്റിയെങ്കിലും, ഇന്ന് പകല് യേശുവിനെ നമുക്ക് തൊടാം, യേശുവിനോട് പ്രാർത്ഥിക്കാം. ഒരിക്കലും യേശു അശുദ്ധനാകത്തില്ല. നീ എത്ര അശുദ്ധനാണെങ്കിലും നീ ശുദ്ധിയുള്ളവനായി തീരും. അതുകൊണ്ടാണ് ഈ ദേശത്ത് ഞങ്ങൾ യേശുവിനെ ഉയർത്തുന്നത്. യേശു കടന്നു പോകുകയാണ്. 33 തിരുവയസ്സ് വരെ എത്തി. യേശു മരിക്കണമെന്ന് പിതാവായ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. എന്തിനാണ് യേശു മരിക്കേണ്ട കാര്യം നിങ്ങൾക്കറിയാമോ? പാപത്തിന് രക്ഷപ്പെടാൻ വേണ്ടി. പഴയ നിയമകാലം പഠിച്ചാൽ മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് അവര് യാഗം കഴിക്കണം. കാളയിനെ, ആടിനെ, കുറുമ്പ്രാവിനെ ഒക്കെ യാഗം കഴിച്ചുകൊണ്ട് അവരുടെ പാപത്തിന് വേണ്ടി, ഓരോരുത്തരുടെ പാപത്തിന് വേണ്ടി ഓരോ കാളയും ആടും യാഗമായി തീരുമ്പോൾ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സകല മനുഷ്യന്റെ പാപത്തിന് വേണ്ടി അറക്കപ്പെട്ട ഒറ്റ കുഞ്ഞാടേ ഉള്ളൂ. അവരെ ഇന്ന് പകൽ ദേശത്ത് ഉയർത്തുന്നത് അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് യേശു അങ്ങനെ മരിക്കണമെന്ന് പിതാവ് ഇഷ്ടമായതുകൊണ്ട് കർത്താവ് യേശുവിനെ അവർ പിടിച്ചു. 5 കോടതിയിൽ മാറി മാറി യേശുവിനെ വിസ്തരിച്ചു. അവസാനം പീലാത്തോസിന്റെ ഗവന എന്ന കരുത്തണത്തിന് കർത്താവ് യേശുവിനെ കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാമോ, ലോക ചരിത്ര സംഭവം മുഴുവൻ സംഭവം അറിയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, പീലാത്തോസിന്റെ ഗവന എന്ന കരുത്തണത്തിന് പ്രത്യേകതയുണ്ട്. ഒരു മനുഷ്യനെ അടിക്കാൻ ഏൽപ്പിച്ചാൽ അവനെ റാ പോലെ വളർച്ചു നിർത്തും. ചൂണ്ടകളും ഈയക്കെട്ടകളും അസ്ഥി കഷ്ണങ്ങളും കൊണ്ട് നിറഞ്ഞ ചാട്ടവാറുമായി 2 പട്ടാളക്കാർ അടുത്ത് വരും. അവർ ഒരു ദാക്ഷ്യം കൂടാതെ ആ ചാട്ടവാറ് അവരെ പുറത്ത് അഞ്ഞുപതിക്കും. യേശുവിന്റെ പുറത്ത് ചാട്ടവാറുകൾ ഒന്നൊന്നായി അഞ്ഞുപതിക്കുമ്പോഴും യേശു പറഞ്ഞൊരു കാര്യമാണ്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകലിന് ഓരോ ചാട്ടവാർ യേശുവിന്റെ പുറത്ത് വീഴുമ്പോഴും യേശു പറയുക, ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് പകലിന് ദേശത്തോട് ശക്തമായ കാര്യം വിളിച്ചു പറയട്ടെ, എന്റെയും നിന്റെയും പാപം ചുമന്നുകൊണ്ട് അത് പീലാത്തോസിന്റെ ഗവന എന്ന കൈത്തളത്തിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഒരുവനെ കണ്ടോ? അവനാ കർത്താവ് യേശു. അവന്റെ തലയിൽ മുഷ്ടിയുടെ വെടിച്ചിറക്കി, അവന്റെ മുഖത്തൊരു കനത്ത തുണി കെട്ടിയിട്ട് മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ചോദിച്ചു, നിന്നെ ആരാണ് ഇടിച്ചത്?
നീ പ്രവചിക്കാൻ പറഞ്ഞ് യേശുവിനെ അപമാനിക്കുന്നവിടെ വന്നു. എന്തുകൊണ്ട് എന്റെ യേശു അപമാനം ഏറ്റു? എന്തുകൊണ്ട് യേശു ദരിദ്രനായി തീർന്നു? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സ്വഭാവേ, നീ സമ്പന്നനായി തീരുവാൻ ഇന്ന് പകൽ യേശു ദരിദ്രനായി തീർന്നു. നിന്റെ പാപത്തെ ഏറ്റെടുത്തതുകൊണ്ട് അതാ യേശു കടന്നു വരികയാ. അങ്ങനെ ഒരു പച്ച പൈമര കുരിശുമായി അതാ യെരൂശലേം തെരുവീതിൽ കൂടി യേശു കടന്നു വരികയാ. യേശു കടന്നു വരുമ്പോൾ അനേകർ യേശുവിനെ അനുഗമിക്കുന്നവിടെ വന്നു. അനേകർ പഴിച്ചുകൊണ്ട്, അനേകർ ദുഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു. അനേക സ്ത്രീകൾ യേശുവിന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് ചെന്നു. കരഞ്ഞുകൊണ്ട് ചെന്ന സ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞു. കാരണം സ്ത്രീയോട് യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറയെ ചൊല്ലി കരയുവീൻ. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീന്റെ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, എന്റെ പേര് പറഞ്ഞാരും കരയണ്ട, യേശുവിന്റെ പേര് പറഞ്ഞാരും കരയണ്ട, യേശുവിന് വേണ്ടി ആരും കരയണ്ട. പിന്നെയോ നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം. നശിച്ചു പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ ഇന്ന് മണി ദേശത്തോട് അസന്നിഗ്ധമായി ഞാൻ വിളിച്ചു പറയുക. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? സ്നേഹിത പത്രമെടുത്ത് വായിച്ചേ, സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചേ, നമ്മുടെ എത്ര കുഞ്ഞുങ്ങളാ ആത്മഹത്യ ചെയ്യുന്നത്. 4ാം ക്ലാസ് മുതൽ അങ്ങനെ ഡോക്ടർ പഠിക്കുന്നവരെ എത്ര കുഞ്ഞുങ്ങളാ ആത്മഹത്യ ചെയ്യുന്നത്, എത്ര കുഞ്ഞുങ്ങളാ കഞ്ചാവിന് അടിമയാകുന്നത്, എത്ര പേരാ മദ്യത്തിന് അടിമയാകുന്നത്. ഇന്ന് പകല് എന്നെ കേൾക്കുന്ന വാത്സല്യ ദേശമേ, ശക്തോട് വിളിച്ചു പറയാ, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറ നശിച്ചു പോകരുത്, അവർ അനുഗ്രഹം പ്രാപിക്കാൻ ഇന്ന് പകൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് ദേശത്തോട് അസന്നിഗ്ധമായ വിളിച്ചു പറയുകയാ. അങ്ങനെ യേശു കടന്നുപോയി. 2 കള്ളന്മാർ നടുവിൽ പാലസ്തീൻ ഗോൽഗോത്ത എന്ന സ്ഥലത്ത് 2 കള്ളന്മാർ നടുവിൽ അതാ യേശു കിടക്കുകയാണ്. ഒരു കള്ളൻ യേശുവിനെ ദുഷിക്കുന്നു, ഒരു കള്ളൻ യേശുവിനെ സ്വീകരിച്ച കള്ളൻ ഇങ്ങനെ പറഞ്ഞത്, പ്രഭു അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണം. ഇന്ന് പകൽ ദേശമേ, നീ എത്ര ഭാവിയായിക്കൊള്ളട്ടെ, നിന്റെ പാപം ചോര പോലെ കറപുരണ്ടായിരിക്കട്ടെ, ഇന്ന് പകൽ അതിനെ വെളുപ്പിക്കുന്ന ഒറ്റ ഒരുവരേ ഉള്ളൂ. അവനെയാ ഇന്ന് പകൽ ഞാൻ ദേശത്ത് ഉയർത്തുന്നത്. അവന്റെ പേര് കർത്താവായ യേശു. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് പകൽ ഓർത്തേ, ആ കള്ളൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും മോശമായി പിടിക്കപ്പെട്ടവൻ അവസാനം മരണം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ആ യേശുവിന് വേണ്ടി ഹൃദയത്തെ വിട്ടുകൊടുത്തപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ഇന്ന് പകൽ സ്നേഹിത, നീ എത്ര പാപത്തിന്റെ അകത്ത് ജീവിക്കുന്ന വ്യക്തിയാണോ, ഇന്ന് പകൽ ആ യേശുവിലേക്ക് എത്ര പേർ കടന്നു വരാൻ കഴിയും? അത് യേശു ഉറക്ക വിളിച്ചു, പ്രാണനെ വിട്ടു. എന്താണ് യേശു ഉറക്ക വിളിച്ചു പറഞ്ഞത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇനി ഒരു കർമ്മങ്ങളും ശേഷിക്കുന്നില്ല, ഒരു യാഗങ്ങളും ശേഷിക്കുന്നില്ല. അവസാനത്തോട് രക്തം വരെ കാൽവറിയിൽ ഊറ്റി തന്നുകൊണ്ട് പറഞ്ഞു, സകലവും വൃത്തിയായി. ഒറ്റ കാര്യം, ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാമതി. യേശുവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ഏറ്റവും അകത്ത് വിളിക്കുന്ന വ്യക്തിയാ യേശു. ഇന്ന് പകൽ യേശു ഉറക്കെ വിളിച്ചു പറയുക, അതിന് ഒരു കാര്യം വിളിച്ചു പറയുക. അങ്ങനെ യേശു പ്രാണനെ വിട്ടു. 3 സംഭവം നടന്നു. ഒന്ന്, ദേവാലയത്തിന്റെ തിരശ്ശീല മേൽത്തൊട്ടടിയോളം കീറിപ്പോയി. അനേകം ഭക്തന്മാരെ കല്ലറകളും തുറന്നു. ഒരു ഭൂകമ്പമുണ്ടായി. ദേശം മുഴുവൻ കൂരിരുട്ടായി തീർന്നില്ല. അതിനുശേഷം യേശുവിനെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. അങ്ങനെ കർത്താവ് യേശുവിനെ അടക്കം ചെയ്തു. റോമാ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയാൽ കല്ലറ മുദ്ര ചെയ്യപ്പെട്ടു. പട്ടാളക്കാരെ കാവൽ നിർത്തി. എന്തിനാ? എന്നാൽ ഒറ്റ കാര്യമുള്ളൂ, ഇവൻ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞിട്ടുണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പീലാത്തോസിന് പ്രത്യേക കത്ത് കൊടുത്തുകൊണ്ട് പട്ടാളക്കാരെ കാവൽ നിർത്തി. എന്നാൽ 3 ദിവസമേ എന്റെ യേശുവിനെ കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ ദിവസം, മരണമേ നിന്റെ ജയമെവിടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരുവരേ ഉള്ളൂ. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പകൽ ലോകം കണ്ട അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കി തോറ്റുപോയി. നിങ്ങൾക്കറിയാമോ, ലോകം അറിയപ്പെടുന്ന ഒരു ഡാൻസർ ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ ഡാൻസർ. അദ്ദേഹം പറഞ്ഞു, ഞാൻ 150 വർഷം ഈ ഭൂമിയിൽ ജീവിക്കും. താൻ ചെയ്ത കാര്യം ഇങ്ങനെയാണ്,
താൻ 12 ഡോക്ടർമാരെ തന്റെ കുടുംബത്തിനകത്ത് നിർത്തി 100-ൽ-പരം ആളുകളെ തന്റെ ശമ്പളം കൊടുത്ത് ഫുഡ് കൊടുത്ത് തന്റെ കുടുംബത്തിനകത്ത് നിർത്തി. എന്തിനാണെന്നറിയാമോ? അവയവത്തിന് എന്താണ് കംപ്ലൈന്റ് വന്നാൽ മാറ്റിവെക്കുന്നതിന് വേണ്ടി. എന്നാൽ 50-ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് വിട പറയേണ്ടി വന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാവേ, നിന്റെ മരണം എപ്പോഴാണ് ആർക്കുമറിയില്ല. ഒരു ഭക്തൻ ഇങ്ങനെ പാടിയില്ലേ, എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കായി എന്തു കഷ്ടമേ, ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം ദേശം ഇല്ലാ സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന ഓർക്കായി എന്തു കഷ്ടമേ. ഇന്ന് പകൽ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം, എപ്പോഴാണ് ഈ മരണം നിന്നെ കാർന്നു പിടിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. നമ്മളെല്ലാം ഒരു ക്യൂവിൽ നിൽക്കുക, മരണമെന്ന ഒരു ക്യൂവില്. ഏത് നിമിഷവും ഈ മരണം നമ്മളെ കാർന്നു പിടിക്കാം. അതിനു മുമ്പ് ഇന്ന് പകൽ കർത്താവായ യേശുവിനെ രക്ഷകനും കർത്താവുമായി നീ സ്വീകരിച്ച് യേശുവിന് വേണ്ടി നിന്റെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ വിശുദ്ധ തിരുവചനത്തിൽ യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെ ലോകം കണ്ട അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ ഒട്ടുമുടക്കി. ജൂലിയസ് സീസറും ഹിറ്റ്ലറും മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും വാജ്പേയിയും അതുപോലെ അനേക മഹാന്മാർ മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പിൽ ഒട്ടുമുടക്കി. ഒരു കവിയത്രിങ്ങനെ പാടിയില്ലേ, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാലചക്ര വിക്രമത്തിൽ അമർന്നുപോയി. പിന്നെ നമുക്കെന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ ഒരിക്കൽ ഈ മരണം നമ്മളെ പിടിക്കും. ഇവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഞങ്ങൾ പോകുകയാ. ഒറ്റ കാര്യമുള്ളൂ, എനിക്കിവിടെ ഒരു സ്മാരകം പണിതേക്കണം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്തിരിക്കണം. പക്ഷേ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന കർത്താവ് യേശു പറഞ്ഞു, എനിക്ക് വേണ്ടി സ്മാരകം പണിയാൻ പറഞ്ഞില്ല. യേശു പറഞ്ഞു, 3 ദിവസമേ എന്നെ ഇവർക്ക് കല്ലറകത്തൊതുക്കാൻ കഴിഞ്ഞുള്ളൂ. 3-ാമത്തെ ദിവസം യേശു റോമ ഗവൺമെന്റിന്റെ ഇമ്പീരിയ മുദ്രയെ തുറന്നുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽ ദേശത്തെ വിളിച്ചു പറയുക, ആ യേശു ഇന്ന് പകൽ നിന്നെ സ്നേഹത്തോടെ മാടി വിളിക്കുക. എന്ത് നിന്നെ യേശുവിന് വേണം? നിന്റെ ജീവിതത്തിൽ നാളുകളായി മദ്യത്തിനടിമയായി, കഞ്ചാവിനടിമയായി, എംഡിഎംക്ക് അടിമയായി എന്റെ ജീവിതമെല്ലാം തീർന്നു. എന്റെ അപ്പനും അമ്മയ്ക്ക് എല്ലാവർക്കും നിന്നെ മാറ്റി നിർത്തിയില്ലേ? എന്റെ യേശുവിന് ഇതിന് ആവശ്യമുണ്ട്. അങ്ങനെ യേശു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ സ്വർഗ്ഗാരോഹണം ചെയ്ത സമയത്ത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് പകൽ ഞങ്ങളെപ്പോലുള്ള ആളുകള് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് കവലതോട് നിന്നുകൊണ്ട് ഇത് പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് ചോദിച്ചാൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോകണം, സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. എന്നിട്ട് വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം. ഇന്ന് പകൽ ദേശത്തോട് പറയുക, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നുപോയി. അതിനു മുമ്പ് ശിഷ്യന്മാർ ചോദിച്ചൊരു കാര്യമുണ്ട്, ലോക അവസാനത്ത് യേശു പറഞ്ഞു ഞാൻ പോയി മടങ്ങി വരാം. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, അത് എപ്പോൾ സംഭവിക്കും? യേശു പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ ശ്രുതികളെ കുറിച്ച് നിങ്ങൾ കേൾക്കും. യുദ്ധം, ക്ഷാമം, ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, യേശുവിന്റെ വരമെടുത്തു. ഇന്ന് പകദേശത്തോട് വാക്ക് നിർത്താം. അധികം നാള് ഇത് പ്രസംഗിക്കാൻ ഞങ്ങളുടെ ഇവിടെ ഇല്ല. അധികം നാള് ഈ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങളെ പോലെ ഉള്ള ആളുകള് ഇനി കാണത്തില്ല. കാരണം ഞങ്ങളുടെ യേശു മടങ്ങി വരാറായി. ഞാൻ ഉയർത്തുന്ന കർത്താവ് യേശു മടങ്ങി വരാൻ സമയമായി. ഇന്ന് അതിനു മുമ്പ് ഒറ്റ നിമിഷം ആ യേശുവിനെ എനിക്ക് വേണം. ഞാനൊരു പാപിയായ മനുഷ്യനാണ്. ഇന്ന് പകൽ യേശുപ്പാ എന്റെ ജീവിതത്തിനകത്ത്
സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ആ യേശുവിനെ വേണം. നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു പണിയില്ലേ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ കാരണം? ഞാൻ പറയാം, ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഓട്ടോ ഡ്രൈവറാ. ഞാൻ ഒരു ദിവസം ഈ ഓട്ടോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ഈ പരസ്യമായിട്ട് ഇന്ന് യേശുവിനെ പ്രസംഗിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ എന്റെ ജീവിതത്തിന് സന്തോഷം നൽകിയത് യേശുവാ. എന്റെ ജീവിത സമാധാനം യേശുവാ. എന്റെ കുടുംബത്തിനകത്ത് എന്നെ സ്നേഹിച്ച യേശുവാ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഒരു പണിയില്ലാത്തോണ്ട് ഇറങ്ങിയതല്ല. ഞങ്ങളെ വിടിവിച്ച യേശുവിനെ ഞാൻ പരസ്യമായി ഉയർത്തും. ഒരു കാര്യം പതിനെട്ട് വാക്യം നിർത്താം. ഈ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അനേകരെ സുവിശേഷം പ്രസംഗിച്ച കാരണത്താൽ അനേകരെ സിംഹത്തിന് ഭൂമിയിലിട്ട് കളഞ്ഞു. അനേകരെ പട്ടിയെ കൊല്ലുന്നവർ തല്ലിക്കൊന്നു കളഞ്ഞു. അനേകർക്ക് തീരെ അകത്തിട്ടു. അനേകർക്ക് ചാണകം തിന്നേണ്ടി വന്നു. അനേകർക്ക് വെള്ളം പോലും കൊടുക്കാതെ അവരെ മാറ്റി. ഇന്ന് പകൽ പറയാം, അങ്ങനെ സുവിശേഷത്തിന് എതിരെ എഴുന്നേൽക്കാത്ത ഭരണാധികാരികളില്ല, ചക്രവർത്തിമാരില്ല, സംഘടനകളില്ല. ഇന്ന് പകൽ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു പറയാം, സുവിശേഷം അനുഭവിക്കാത്ത കഷ്ടങ്ങൾ വേറൊന്നുമില്ല. പ്രസംഗിച്ച അനേകരെ കൊന്നുകള ചരിത്രം പറയാറുണ്ട്. പക്ഷേ ഇന്ന് പകൽ ഈ ദേശത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ശക്തമായിട്ടൊരു കാര്യം ഞാൻ ദേശത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന അനേക അടിച്ചാലോ ഇടിച്ചാലോ ഞങ്ങളുടെ കഴുത്തറത്തൂടെ താറിയിട്ടാലോ അവിടെ കൊണ്ട് തീരുന്ന മാർഗമല്ല സുവിശേഷം. സുവിശേഷം ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ചങ്കുറപ്പോടെ ആവേശത്തോടെ ഇത് പ്രസംഗിക്കുന്ന കാരണമെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷം ചെന്ന സ്ഥലത്തൊക്കെയും വലിയ സമാധാനമുണ്ടായിട്ടുണ്ട്, വലിയ സന്തോഷമുണ്ടായിട്ടുണ്ട്. നരസ്നേഹിയാക്കി മാറ്റിയ ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗമാണ് യേശു ക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വാക്യം നിർത്തുകയാണ്. ഒറ്റ നിമിഷം പറയാൻ യേശുപ്പാ ഒരു പാപിയായ മനുഷ്യനാണ്. എന്റെ ജീവിതത്തിനകത്ത് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, എല്ലാവരും നഷ്ടപ്പെട്ടവനാണ് ഞാൻ. എന്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ചു പോയി, അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയി, എന്റെ മക്കള് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവർ തീരെ രോഗത്തിന് ഭാരപ്പെടുന്നവരാ. എന്റെ മക്കൾ അല്ലെങ്കിൽ എന്റെ ഭർത്താവ് മദ്യത്തിന് അടിമയാണ്. എനിക്കിനി ജീവിക്കേണ്ട നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിരിക്കുക. സ്നേഹിത, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ആത്മഹത്യ ചെയ്യരുത് കേട്ടോ. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുണ്ട്. ഇന്ന് പകൽ ഈ ദേശം കടന്നിരിക്കുന്നത് നിങ്ങളെ മാത്രം ഓർത്തുകൊണ്ടായിരിക്കാം. ഒരു നിമിഷം ആ യേശുവിന് വേണ്ടി ആ ഹൃദയത്തൊന്ന് വിട്ടു കൊടുക്കാൻ കഴിയുമോ? ആ കൈ ആ ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച് ഇന്ന് പകൽ യേശുപ്പാ ഒരു പാപിയായ മനുഷ്യനാണ്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഏത് വലിയ രോഗമായാലും ഏത് ഭാരമായാലും ഇന്ന് പകൽ അതിനെ മാറ്റുന്ന ആ യേശുവിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുക. ദൈവദാസനോട് പ്രാർത്ഥിക്കാം. ഒറ്റ കാര്യം മറക്കരുത്. ഇന്ന് പകൽ ഒന്നോർത്തേ, എനിക്ക് ആ യേശുവിനെ വേണം. എന്താണ് യേശു നമുക്ക് വേണ്ടി ചെയ്തത്? തന്റെ അവസാനത്തുള്ള രക്തം വരെ ആ കാൽവൽ ഊറ്റി തന്നുകൊണ്ട് നമ്മുടെ സകല പാവവും ശാപവും ഏറ്റെടുത്തു. ഒരു ഭക്തൻ പാടുകയാണ്, കാൽവറി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. പാപത്തിൽ ജീവിക്കുന്നവനെ നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. ഒരു നിമിഷം ആ പാട്ടോട് ചേർന്ന് നിൽക്കുമ്പോൾ പ്രിയഭിഷക്തൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യഥാശേഷം നമ്മളെ കേൾപ്പിച്ച സന്ദേശത്തിന്റെ മുമ്പിൽ ദൈവസന്നിധിയിൽ ഒന്ന് മനസ്സേകാഗ്രമാക്കി, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. യേശുവേ, ഞാൻ പാപത്തിൽപ്പെട്ടു കിടക്കുന്നു. പാപഭാരം എന്റെ തല ഉയർത്തുവാൻ കഴിയുന്നില്ല. എൻ്റെ കുടുംബത്തിന്റെ ഛിദ്രത, മനസ്സിന് സമാധാനമില്ലാതെ, തലമുറകൾക്ക് സമാധാനമില്ലാതെ, പ്രിയപ്പെട്ടവർക്ക് സമാധാനമില്ലാതെ ഞാൻ എൻ്റെ മദ്യപാനത്തിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കും? ഞാൻ എൻ്റെ ദുസ്വഭാവങ്ങളിൽ നിന്ന് എങ്ങനെ വിടുതൽ പ്രാപിക്കുമെന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുവോ? അല്ല, ആത്മഹത്യയുടെ വക്കിലാണോ? മാനസിക രോഗത്തിന്റെ വക്കിലാണോ? നാളെ എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടുന്നവരാണോ? ഒരു സെക്കൻഡ് എന്നോടൊപ്പം പ്രാർത്ഥിക്കുമോ? യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ,
ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ഞങ്ങളെ കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും അനുദപിച്ച് ഹൃദയം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചെങ്കിൽ അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ കൊടുത്ത് നീ അവരെ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ ഞങ്ങളെ ശ്രദ്ധയോടെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. സന്ദേശം പറഞ്ഞ ഞങ്ങളുടെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ അടുത്ത സ്ഥലത്തെ കടന്നു പോകുന്ന ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു രാജാധി രാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.